ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ഉഗാണ്ട ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പോയത് നമ്മുടെ കോട്ടയം ടൗണിലേക്കാണ്. ആദ്യം തന്നെ ഞാൻ പോയത് കട്ടായൻ്റെ ഗ്യാസ് കണക്ഷനൊക്കെ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഓഫീസിൽ അധികം തിരക്കില്ലായിരുന്നു, അതുകൊണ്ട് വേഗത്തിൽ ഞാൻ പോയ കാര്യങ്ങളെല്ലാം സാധിച്ചു. അടുത്തത് ഞാൻ പോയതൊരു ഹെൽമെറ്റ് വാങ്ങാനാണ്. ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത് 2 വീലറിലാണ്. അപ്പം നാട്ടിൽ വന്നപ്പോൾ എനിക്ക് ഏറ്റവും അത്യാവശ്യമായി തോന്നിയത് ഒരു പുതിയ ഹെൽമെറ്റാണ്. ടൗണിൽ പോയി അതും വാങ്ങി. പിന്നെ പകൽ സമയം ടൗണിലൂടെ 2 വീലറിലുള്ള യാത്രയാകുമ്പോൾ ചിന്തിക്കാമല്ലോ, വെയിലടിച്ച് ആകെ തളർന്നു പോയി. ഇടയ്ക്കിടയ്ക്ക് ചെറിയ കാറ്റുകൾ വീശുന്നുണ്ടെങ്കിൽ റോഡുകൾ ആകെ തിരക്കായിരുന്നു. ചീറിപ്പാഞ്ഞു വരുന്ന ബസ്സിൻ്റെ ഹോണടി, വഴിയുടെ 2 വശത്തും കാണുന്ന കാഴ്ചകൾ, ഇതൊക്കെ കണ്ട് എൻ്റെ നാടിൻ്റെ സൗന്ദര്യം ഞാൻ ആസ്വദിച്ചുകൊണ്ടിരുന്നു. ചൂടിൽ നിന്നൊരു ശമനം കിട്ടുവാൻ അടുത്ത് കണ്ട ഒരു കൂൾ ഡ്രിങ്ക്സ് കടയിലേക്ക് ഞാനും മോനും കയറി. ആദ്യം തന്നെ എൻ്റെ കണ്ണിൽപ്പെട്ടത് അവിടെ ബോട്ടിലുകളിൽ ഇരിക്കുന്ന സ്വീറ്റ്സ്, ചെറിയ ചെറിയ പാക്കറ്റ് ഇരിക്കുന്ന പിക്കിളുകൾ. ബാല്യകാലം ഓർമ്മയിലേക്ക് വേഗം കടന്നുപോയി. മോനൊരു മോരും വെള്ളമാണ് പറഞ്ഞത്. നല്ല കാന്താരി ഇഞ്ചിയൊക്കെ ഇടിച്ചിട്ട ഫ്രഷ് മോരും വെള്ളം. കുറച്ച് ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അതിൽ സോഡയും കൂടെ മിക്സ് ചെയ്തപ്പോൾ ഒന്നും പറയണ്ട, അസാധ്യ ടേസ്റ്റായിരുന്നു. ഞാനൊരല്പം ടേസ്റ്റ് ചെയ്തതിന് ശേഷം മോൻ തന്നെ ബാക്കിയത് മുഴുവൻ കുടിച്ചു. ഞാൻ ഓർഡർ ചെയ്തത് ഒരു സോഡ നാരങ്ങ വെള്ളമായിരുന്നു. എൻ്റെ നാട്ടിൽ നാരങ്ങ വെള്ളത്തിൽ സോഡ മിക്സ് ചെയ്ത് ഷുഗറും കൂടി ആഡ് ചെയ്താൽ അതിന് പറയുന്നത് സോഡ നാരങ്ങ വെള്ളമെന്നാൽ, ചില നാട്ടിൽ അതിന് സർബത്തെന്നും പറയാറുണ്ട്. അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം ഈ ബോട്ടിലുകളിലിരിക്കുന്ന സ്വീറ്റ്സ് എങ്ങനെയെങ്കിലും സ്വന്തമാക്കുക എന്നുള്ളതായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും എന്നാൽ ഉഗാണ്ടയിൽ ലഭിക്കാൻ വളരെ ചാൻസ് കുറവുമുള്ള ഒരു സാധനമായിരുന്നു മിൽക്ക് പേട. എൻ്റെ കണ്ണും മോൻ്റെ കണ്ണും ഒരുപോലെ ആ ബോട്ടിലേക്ക് ലക്ഷ്യം വെച്ചു. ഞങ്ങൾ 2-3 എണ്ണം പെറുക്കിയെടുത്തു. അവിടെ വെച്ച് തന്നെ കഴിച്ചു. വീട്ടിൽ പോയി കഴിക്കാനുള്ള ക്ഷമയില്ലായിരുന്നു. നാട്ടിൽ വരുമ്പോൾ പല സാധനങ്ങളോടും നമുക്ക് പ്രിയം തോന്നും. അത് അപ്പോൾ തന്നെ പലപ്പോഴും സാധിക്കാറുണ്ട്. ഇതും ആ കൂട്ടത്തിൽ പെടുന്ന ഒരു കൊതി വിഭവമായിരുന്നു. വീണ്ടും ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. വരുന്ന വഴിയിൽ ദേ ഇരിക്കുന്നു നല്ല പേരയ്ക്ക, അതിൻ്റെ കൂടെ സീതപ്പഴവും. പേരയ്ക്കയുടെ കളർ കണ്ടപ്പോൾ തന്നെ എൻ്റെ കൺട്രോൾ പോയി. അന്നാ കുറച്ച് വാങ്ങാമെന്ന് വിചാരിച്ച്. വില ചോദിച്ചപ്പോൾ എന്തായാലും നമ്മുടെ ഉഗാണ്ടയിലെ വിലയില്ല കേട്ടോ. അതും വാങ്ങി നേരെ എൻ്റെ വീട്ടിലേക്ക്. അമ്മ ഉണ്ടാക്കി വെച്ച ചോറ്. പ്രതീക്ഷിക്കാതെയാണ് ഞങ്ങൾ ചെന്നത്, അത് കാരണം ചെറിയ കറികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ യാത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണേ.